വെൽക്കം ടു ലുബീസ് കിച്ചൺ. മിക്കുള്ളവരും പറയാറുണ്ട് മുളക് ബജി ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്ന്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മുളക് ബജി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുളക് ബജിക്കുള്ള ബജി മുളക് എടുത്തിട്ടുണ്ട്. ബജി മുളക് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ടാവും. നല്ല എരിവുള്ളതും ഉണ്ടാവും, എരിവ് കുറഞ്ഞതും ഉണ്ടാവും. ഇത് എരിവ് കുറഞ്ഞതാണ്. നല്ല എരിവുള്ളതാണെങ്കിൽ നമ്മൾ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയേണ്ടി വരും. ഇതിപ്പം എരിവ് കുറഞ്ഞതായതുകൊണ്ട് ഞാൻ അധികമൊന്നും എടുക്കുന്നില്ല. എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ആ അകത്തുള്ള ആ സീഡൊക്കെ എടുത്ത് മാറ്റിയാൽ ബജി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവ് കുറവായിരിക്കും. അതുപോലെ നല്ല എരിവുള്ളതാണെങ്കിൽ രണ്ടായിട്ട് നമ്മുടെ മധ്യഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിലും ബജി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം എരിവ് കുറഞ്ഞതായതുകൊണ്ട് മുറിക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അകത്തേക്കൊക്കെ ഇതിൻ്റെ ബാറ്റർ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നേക്കാളും മുറിച്ചിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ബാറ്ററൊക്കെ അകത്ത് കയറി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് എരിവ് കുറവായതുകൊണ്ടും പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയിൽ കിട്ടണം, അതുകൊണ്ട് ഞാൻ ഇത് കീറുന്നില്ല, മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഇതുപോലെ ഞാൻ എടുത്തു വെച്ച എല്ലാ ബജി മുളകിലും ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള മുളകാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ബജി മുളകിന് ആ ഒരു ചായക്കടയിൽ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, അതിൽ നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ 1.5 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ല കുറച്ച് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ബജി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടിക്കുന്ന സമയത്ത് നല്ല കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരിക്കും. അപ്പോൾ നമ്മുടെ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കടലപ്പൊടിയുടെ കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ ബജി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കണം. ആ ബാറ്ററിൻ്റെ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്, കുറച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക, അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമുക്കിനിയിപ്പം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. പിന്നെ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ നന്നായിട്ട് ഒരിക്കലും കിട്ടത്തില്ല. അപ്പം വെള്ളം കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യുവാണ്. അതിന് ശേഷം കുറേശ്ശെയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ളൊരു ബാറ്ററാണ് വേണ്ടിയത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ പുറത്ത് പിടിക്കത്തില്ല. നമ്മളിത് ഡിപ്പ് ചെയ്യുമ്പോൾ മുളക് പ്രത്യേകമായിട്ടും ബാറ്റർ അതിൽ നിന്ന് ഇളകിയും പോവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിയുള്ള ബാറ്റർ തയ്യാറാക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ച് കട്ടിയായിട്ട് വേണം. നമ്മുടെ ഇഡ്ഡലി ബാറ്ററിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കട്ടിയായിരിക്കണം, എങ്കിലേ ഇത് മുളകിൻ്റെ പുറത്ത് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. നല്ല കളറുള്ളൊരു ബാറ്റർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇനി നമുക്കിത് മുളക് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം. അപ്പോൾ മുളക് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. മുളകിൻ്റെ പുറത്ത് നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വേണം ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ടിയുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് പിടിക്കും. പിന്നെ നമ്മൾ ഡിപ്പ് ചെയ്ത ഉടൻ തന്നെ നമ്മളിത് തിളച്ച ഓയിലിലേക്ക് ഇടണം. നമ്മൾ ഡിപ്പ് ചെയ്തെടുത്ത് കുറച്ച് നേരം വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ബാറ്ററൊക്കെ മുളകിൻ്റെ പുറത്തുനിന്ന് ഇളകി മാറിപ്പോവും. അങ്ങനെ ആകുമ്പോഴും മുളകിൻ്റെ പുറത്ത് ബാറ്റർ കാണില്ല. അതുകൊണ്ട് നമ്മൾ എപ്പം ഡിപ്പ് ചെയ്യുന്നു അതേ സമയം തന്നെ എടുത്ത് നല്ല തിളച്ച ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഓയിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാൻ വലിയ മുളകായതുകൊണ്ട് തന്നെ 2 മുളകേ ഒരു സമയം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഒരു സമയം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തമ്മിൽ ഒട്ടിയിട്ട് ബാറ്റർ ഇതിൽ നിന്ന് ഇളകിപ്പോവും. അതുപോലെ നല്ല കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. കുറഞ്ഞ ഓയിലിൽ ഫ്രൈ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പം ഞാനിപ്പം വലുതായതുകൊണ്ട് തന്നെ 2 തന്നെ ഇട്ടപ്പോൾ തന്നെ ഈ ഒരു പാത്രം നിറഞ്ഞിരിക്കുവാണ്. അപ്പം ഇത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. നമ്മൾ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടിടണം, ഇട്ട് കൊടുത്താൽ മീഡിയം ഫ്ലെയിം. അപ്പം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുള്ള നല്ല ചായക്കടയിൽ കിട്ടുന്ന പോലത്തെ മുളക് ബജിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. താങ്ക്